നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് 1.5 ടൺ 3 സ്റ്റാർ എ സികളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ നമ്പർ 1 എ സികളായിട്ടുള്ള 5 എ സി. ഈ 5 എ സിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എ സി വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എ സി ഉണ്ട്, അത് ഈ ലിസ്റ്റിലില്ല. അത് ഓ ജനറൽ എന്ന് പറയും. പ്രവാസികൾക്ക് അറിയുണ്ടാവും. ഞാൻ ഏകദേശം ഒരു 10-45 എ സിയുടെ മുകളിൽ ഈ OG എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. 2013-14 കാലഘട്ടത്തിലൊക്കെ എ സി ഫിറ്റ് ചെയ്തിട്ട് ആ എ സികൾക്കൊന്നും ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ട് പറയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ സർവീസിൻ്റെ കാര്യം ചിലപ്പോൾ പ്രവാസികൾ എന്നോട് പറയുന്നു, പോടാ എന്ത് സർവീസ്, അത് OG ആടാ എന്ന് പറയും. ഓക്കെ, എന്തായാലും അത് ഈ ലിസ്റ്റിലില്ല. നമുക്ക് എന്തായാലും പരിശോധിച്ച് പോകാം 5 എ സികൾ. ഒന്നാമത് നിൽക്കുന്നത് LG തന്നെയാണ്. ഡുവൽ ഇൻവെർട്ടർ വരുന്നത് കൊണ്ടാണ് ഒന്നാമത് എത്തുന്നത്. അതുകൂടാതെ തന്നെ ആനുവൽ കറണ്ടിനൊക്കെ വളരെ കുറച്ച് യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൂടാതെ ഇതിലുള്ള മോഡുകളാണ്. വിരാട് മോഡ് എന്നൊരു മോഡ്, അതായത് റൂമിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ഹൈ സ്പീഡിൽ ഫാൻ വർക്ക് ചെയ്യുന്നൊരു മോഡാണ്. അതുപോലെ AI മോഡുകളുണ്ട്, ഡയറ്റ് മോഡുണ്ട്, ഒരുപാട് മോഡുണ്ട്. കൺഫ്യൂഷൻ ആവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഓരോ സ്വിച്ചിലും അവിടെ കൃത്യമായ റിമോട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവർ കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഡോർ യൂണിറ്റിൽ കൊടുക്കുന്ന ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കറിയാം. റിമോട്ടിലാണ് ഇതൊക്കെ ക്രമീകരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ ഔട്ട് യൂണിറ്റിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് റസ്റ്റ് കയറാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് മഴയും കാറ്റൊക്കെ തട്ടുമ്പോൾ അതിന് ഗോൾഡ് ഫിൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഔട്ട് യൂണിറ്റിൻ്റെ പെയിൻറ്റിങ്, കംപ്രസറിൻ്റെ പെയിൻറ്റിങ്, അതൊക്കെ ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. പിന്നെ ഡയറ്റ് മോഡ് എന്നൊരു മോഡ്, ഈ മോഡിന് പ്രത്യേകിച്ച് കൺസ്യൂംസ് എനർജി അറ്റ് എ മിനിമം, വളരെ കുറച്ച് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഡുവൽ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. ഓക്കെ, അടുത്തത് സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ ആണ്. ഈ 3 സ്റ്റാറിൽ പെർ ഇയർലി വരുന്ന യൂണിറ്റ് വെറും 852.44 യൂണിറ്റ് ആണ്. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ICER 4 ആണ് വരുന്നത്. പിന്നെ PCBക്ക് 5 വർഷം, അതായത് ബോർഡിന് 5 വർഷം, 10 വർഷം കംപ്രസർ വാറണ്ടി. ഈ കാര്യമൊക്കെ പോരെ ഈ ഒരു എ സി നമ്പർ 1 ആയി നിൽക്കാൻ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. R32 എന്ന ഗ്യാസ് യൂസ് ചെയ്യുന്ന ഓട്ടോ ക്ലീനിങ് പരിപാടിയൊക്കെ, അതായത് ഈ ഇൻഡോർ യൂണിറ്റിൽ ഓട്ടോ ക്ലീനിങ്, ആൻറ്റി ഫ്രോസൺ, തണുപ്പ് കട്ട പിടിക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. അതായത് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഫിൽറ്റർ പുറത്തെടുക്കുക, പൊടിയൊക്കെ തട്ടിക്കളിച്ച് വൃത്തിയാക്കി വെക്കുക. ഔട്ട്ഡോർ നമ്മളൊരു 4 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ വല്ല കടന്നൽ കൂട്ടിയാലും പണിയാണെന്നുള്ളതാണ്. അതാണ് പാനസോണിക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പാനസോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഫിറ്റ് ചെയ്തതിൽ വളരെ കംപ്ലൈൻറ്റ് കുറഞ്ഞതാണ്. മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ LGയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ ഫൈബറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒരു സർവീസ് ഒക്കെ കഴിഞ്ഞാൽ സ്ക്രൂ എന്തെങ്കിലുമൊക്കെ ഇളകി കഴിഞ്ഞാൽ കടയെന്നുള്ള ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രശ്നമൊന്നും പാനസോണിക്കിലും ഇല്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാനസോണിക്കിലുള്ളത് ലോ നോയ്സ് ലെവലാണ്. വളരെ 48-38 ബാർ ഡെസിബലിലാണ് അതിൻ്റെ ശബ്ദം. വളരെ കുറഞ്ഞ ശബ്ദമാണ്. അപ്പം കുറഞ്ഞാൽ കഴിയും. LGയിലും ആ സാധനം ഉണ്ട്. അൾട്രാ സൈലന്റ് മോഡ് ഉണ്ട്. പിന്നെ ഇൻവെർട്ടർ കംപ്രസർ, സ്വാഭാവികമായിട്ട് ഇൻവെർട്ടർ കംപ്രസറാണ് വരുന്നത്. പിന്നെ ഫുൾ കോപ്പർ കോയിൽസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ എ സികളിലും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരുന്നത് വെറും 952 കിലോ വാട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതലാണല്ലേ. അതാണ് LGയേക്കാൾ കുറച്ച് 2ാം സ്ഥാനത്തേക്ക് പാനസോണിക്കിനെ പുറന്തള്ളാനുള്ളൊരു കാരണം. പിന്നെ R32 എല്ലാത്തിലും ആ ഗ്യാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എത്ര ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് 52 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ചൂടിൽ അത് വർക്ക് ചെയ്യും. 7-in-1 എന്നൊരു ഓപ്ഷനാണ് റിമോട്ടിൽ. 7-in-1 കൺവേർട്ടബിൾ AC. നമുക്ക് റിമോട്ടിൽ 7 മോഡുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്വിങ്, അതൊക്കെ നമുക്ക് ഈ ഒരു മോഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ 7 സെറ്റപ്പ് നമുക്ക് ഒന്നിലേക്ക് കൊണ്ടുവരാം. അടുത്തത് 3ലേക്ക് വരുമ്പോൾ കരിയർ എന്നൊരു AC ആണ്. കരിയറിനെ കുറിച്ചിട്ട് കുറേ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടുക, എന്തുകൊണ്ട് കരിയർ പറയുന്നില്ല, ഡൈക്കിൻ പറയുന്നില്ല എന്നുള്ളത്. കരിയറൊക്കെ ലിസ്റ്റിലുണ്ട്. കരിയറിനെ കുറിച്ചിട്ടും ഗൾഫുകാർക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നുള്ളതാണ്. അതായത് ഈ വാഹനങ്ങളിൽ ഈ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും റെഫ്രിജറേഷൻ കരിയർ എന്നൊക്കെ വെച്ചിട്ടല്ലേ. അതാണ് ഭയങ്കര ഇന്റർനാഷണൽ ബ്രാൻഡാണ് കരിയറും അത്യാവശ്യം നല്ല കിഡിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും അൾട്രാ സൈലന്റ് ആയിട്ടുള്ള മോഡ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
ഇത് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി 964, അതുപോലെ 3.85 ആണ് IC വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ള AC-കളിൽ നിന്ന് വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മോഡുകളേ ഉള്ളൂ എന്നുള്ളതാണ്. സൈലൻ്റ് ആണ്, അതുപോലെ HD ഫിൽട്ടർ, 100% കോപ്പർ, R32 എന്നുള്ള സംഭവമുണ്ട്. 52 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ ആളെല്ലാം കിഡലനായിട്ട് പ്രവർത്തിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് ഫോർ ഫ്രഷ് എയർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സാധനമൊക്കെ നമ്മൾ തന്നെ ഫിൽറ്റർ ഊരിയിട്ട് ഇടയ്ക്ക് അതിൻ്റെ പൊടിയൊക്കെ തട്ടി കളയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പല റേറ്റ് ആയിരിക്കും, അതുകൊണ്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഡൈക്കിനാണ്. ഡൈക്കിനാണ് 3-ാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നത്. ഡൈക്കിനും അത്യാവശ്യം ഇന്റർനാഷണൽ ബ്രാൻഡ് ലെവലാണ്. നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ AC-കളിലൊക്കെ ഇതിൻ്റെ കംപ്രസർ ഭാഗത്ത് കൊടുക്കുന്ന പെയിൻറ്റ്, ആ പെയിൻറ്റ് ആൻറ്റി റസ്റ്റ് പ്രൂഫ് അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ മഴയത്തും വെയിലത്തും നിങ്ങൾ ഔട്ട്ഡോർ കൊണ്ട് വെക്കരുത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പൈസ ചക്കക്കുരു അല്ല എണ്ണി കൊടുക്കുന്നത്, പൈസയാണ്. ഇപ്പം ഈ ഡൈക്കിനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മാസ്മരികമായിട്ടുള്ള മോഡുകളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. റിമോട്ടൊന്നും യാതൊരു കൺഫ്യൂഷനും വരില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, അടുത്തത് ഇതിൽ യൂണിറ്റ് കറണ്ട് വരുന്നത് 966.47 IC 4 വരുന്നത്. ഈ IC കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, IC കൂടുന്നതിനനുസരിച്ചിട്ട് ആനുവൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയും, യൂണിറ്റ് കുറയും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. പോയിട്ട് 3.8 അല്ല 3 ആണ് കുറവാണ് എന്ന് ചോദിക്കും. IC എപ്പോഴും കൂടണം, അത് മനസ്സിലാക്കിയപ്പോഴും. ഓക്കെ, ഇതിൽ ഫാസ്റ്റ് കൂളിംഗ് സിസ്റ്റം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മോഡലാണ്. ഈ പല AC-കളുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഒക്കെ ഒരു മോഡലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇതൊരു ചെറുതാണ്, കരിയർ അത്ര വലുപ്പമൊന്നുമില്ല. ഓക്കെ, 4-ാം സ്ഥാനത്ത് വരുന്നത് ബ്ലൂ സ്റ്റാർ. നമ്മുടെ വിരാട് കോഹ്ലിയാണ് ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ്. അദ്ദേഹമാണ് അതിൻ്റെ പരസ്യത്തിലൊക്കെ ഉള്ളത്. ഇത് ഇൻവെർട്ടർ കംപ്രസർ, എല്ലാ ഇൻവെർട്ടർ കംപ്രസറാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. R32 ആണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്, അതും പറയേണ്ടല്ലോ. കോപ്പർ കണ്ടൻസറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാതിലുള്ളത്, അതും പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. പിന്നെ ഡസ്റ്റ് ഫിൽട്ടർ, പിന്നെ 52 ഡിഗ്രി സെൽഷ്യസിലും അടിപൊളിയായി കൂളാവും. ഈ സാധനങ്ങളൊക്കെ സെയിം ആണ്, അതും അല്ലാണ്ട് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ IC എന്ന് പറഞ്ഞാൽ 3.85 ആകണ്ട, കുറഞ്ഞപ്പോൾ യൂണിറ്റ് കറണ്ടാ കൂടി 1006.84. അതുകൊണ്ടാണ് 4-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ 5-in-1 കൂളിംഗ് കൺവേർട്ടിബിൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷനിൽ ഓരോരോ 5 മോഡുകളാണുള്ളത്. ഈ മോഡുകളൊക്കെ നമുക്ക് ഒന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ടെർബോ മോഡ് എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ഈ 5 മോഡലുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 5 മോഡലുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കറണ്ട് ബില്ല് കുറവുള്ളതും അതേപോലെ തന്നെ ബെസ്റ്റ് എന്ന് പറയുന്നതുമായിട്ടുള്ള AC-കൾ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ചിലപ്പോൾ LG-യോട് അയ്യോ ഇത് നമ്പർ 1-ൽ വരാൻ കഴിയില്ല, പാനസോണിക്കാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാന്നുള്ളത്, നിങ്ങളാണ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ഇത്രയും AC ഒക്കെ ഫിറ്റ് ചെയ്ത ഒരു മനുഷ്യൻ, സർവീസ് ചെയ്ത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു LG ബെസ്റ്റാണ്. ഒരുപാട് ആളുകൾക്ക് ഞാനത് ശുപാർശ ചെയ്തിട്ടും യാതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. കമൻറ്റിൽ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞു, 2 തവണ ബോർഡ് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ AC-യുടെ കൂടെ ഒരു സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ആ സ്റ്റെബിലൈസറിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ കറണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുക. ബോർഡ് പോയാൽ എന്തായാലും 5 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് മാറ്റി കിട്ടും. ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കറണ്ടിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം. പിന്നെ ഇതൊക്കെ ഇലക്ട്രിക് പ്രോഡക്റ്റുകളാണ്, ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളാണ്. കംപ്ലൈൻറ്റ് വരും, ഒരു സംശയം വേണ്ട, അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ചില പ്രോഡക്റ്റുകളൊക്കെ ലക്കിനൊക്കെ കുറേ കാലം നിൽക്കും. ഇനി ഒരുപാട് കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പരിപാലിച്ചു പോവുക. സർവീസുകൾ കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പോക്കറ്റിലെ പൈസക്കനുസൃതമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നറിയാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ EMI സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കയ്യിലുള്ള മുഴുവൻ പൈസയും പെട്ടെന്ന് കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു AC എടുക്കുകയാണ്, നിങ്ങളിപ്പോൾ ഏറ്റവും ഇഷ്ടം ഒരു വോൾട്ടാസ് AC ആണെന്ന് തന്നെ കൂട്ടാം, അതിലൊക്കെ ലോ ഇടുക, കൂട്ടിക്കും. ഇത് വാങ്ങാൻ പോണ സമയത്ത് ഫുൾ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ EMIക്ക് ഇടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. കാരണം ഇതിനൊക്കെ ഇപ്പോൾ ബജാജാണ്, ബജാജ് 0-ൽ കൊടുക്കുന്നുണ്ടാവും, HDFC 0 കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ EMI ടീംസും ഇങ്ങനെ ഫ്രീ ആയിട്ട് 0 ഇതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നുള്ളതല്ലേ. എന്തിനും ഒറ്റയടിക്ക് കുറേ പൈസ ചിലവാക്കുന്നത്? അതും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഗുണകരമാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട്
എല്ലാ സർവീസും എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അടുത്തത് ഏത് എ സിയെ കുറിച്ചിട്ട് കമ്പാരിസൺ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക, നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം, പരിഗണിക്കാം. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ, ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലിലാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റയർ റീൽസ് എന്നൊരു ചാനലുണ്ട്, ആ ചാനലിലാണ് കൃത്യമായി ഇട്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു ചാനലിൽ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് തോന്നിയത് കൊണ്ടാണ്. എന്തായാലും തുടർന്ന് നമ്മൾ ഇത്തരം വീഡിയോസ് ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് പിന്തുടരാം, വീണ്ടും വരാം. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.